കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രേവതി സച്ചിയും കൂടെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. രേവതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ഇതുവരെയായിട്ടും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടൊന്നുമില്ല. പക്ഷെ സച്ചിയുടെ കൂടെ പോകുന്നതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കലാപതി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് ഭയങ്കര കാര്യമാണല്ലോ. ആ ഒരു ത്രില്ലുണ്ടായിരുന്നു. പിന്നീട് പോകുന്ന വഴിക്ക് രേവതി അമ്മയുടെ അടുത്ത് കടയിൽ കയറുന്നുണ്ട്. ഈ സമയത്ത് ദേവു മാത്രമായിരുന്നു കടയിലുണ്ടായിരുന്നേ. ലക്ഷ്മി അമ്മ അവിടെ ഇല്ലായിരുന്നു. പിന്നീട് ദേവു എന്ത് ചെയ്യാ, കുറച്ച് പൂവൊക്കെ രേവതിക്ക് കൊടുക്കുന്നുണ്ട് തലയെ ചൂടിക്കൊണ്ട് പോകാനായിട്ട്. ദേവു പറഞ്ഞു വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ദേവു എന്ത് ചെയ്യാ, നേരെ രേവതി തലയെ വെച്ച് കൊടുക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സച്ചി എന്ത് ചെയ്യാ, അതിനുള്ള പണമൊക്കെ കൊടുക്കുകയാണ്. ദേവു വാങ്ങിയില്ല. ദേവു പറഞ്ഞു വേണ്ട, ഞാൻ ഇതെന്റെ ചേച്ചിക്ക് കൊടുത്തല്ലേ, സന്തോഷത്തോടെ കൊടുത്തല്ലേ, ഇത് ഞാൻ പണം വാങ്ങില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സച്ചി പറഞ്ഞു അതെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. കച്ചവടം എപ്പോഴും കച്ചവടമായിരിക്കണം. നമ്മൾ ആർക്കും അങ്ങനെ ദാനധർമ്മം ഒന്നും ചെയ്യാൻ പാടില്ല. ദാനധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൈസ വാങ്ങണം, അല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലോ. അതിപ്പോ ചേച്ചിയാളും കൊള്ളാം അനിയത്തിയാളും കൊള്ളാന്ന് പറയണം. അത് വേണ്ട സച്ചിയേട്ടാന്നൊക്കെ പറയണം. നിർബന്ധിച്ച് സച്ചി പൈസ കൊടുക്കുന്നുണ്ട്. ഈ സമയം ദേവ് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സച്ചിയുടെ കാറെ കയറി കഴിയുമ്പോൾ സച്ചിയുടെ ഞങ്ങളോട് കൂലി മേടിക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ട് മേടിക്കും സച്ചി പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി ചിരിക്കുക. പക്ഷെ ഈ സമയത്ത് അതിലൂടെ ഗജാനന്ദൻ വന്നിട്ടുണ്ടായിരുന്നു. ഗജാനന്ദൻ അവന്റെ ഗുണ്ടയും കണ്ടു. രേവതി സച്ചിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഗജാനന്ദന്റെ ഗുണ്ട പറഞ്ഞു അവൻ കണ്ടോ നല്ല കൂളായിട്ട് വന്ന് നിൽക്കുന്ന കണ്ടോ, അതെങ്ങനെ വെറുതെ വിട്ടാ പറ്റുമോ, ഞാൻ അവനോട്ട് എന്നൊന്ന് പെരുത്തിട്ട് വരട്ടേന്ന് ചോദിക്കുകയാണ്. അവന്റെ രണ്ടിടത്തൊരു കുറവുണ്ട്, അവിടെ ഇട്ട് എല്ലാവരുടെയും കൺമുനി ഇട്ടല്ലേ സാറിനെ അന്ന് അമ്മാതിരി തല്ലിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗജാനന്ദൻ പറഞ്ഞു വേണ്ട വേണ്ട, ഇപ്പൊ അവന് നമ്മൾ തല്ലണ്ട, അതിനുള്ള ഒരു അവസരം നമുക്ക് ഒത്തു കിട്ടും. അതിനായിട്ടൊരു കാരണം നമ്മുടെ കൺമുന്നിലേക്ക് വന്നു കിട്ടും, അതിനുശേഷം മതി, ഇപ്പോഴവൻ പോട്ടേടാ എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞ് ഗുണ്ടൻ ഗജാനന്ദനും അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ആകെപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചന്ദ്രമതി. എങ്ങനെ പണം കൊടുക്കുമെന്ന് അറിയത്തില്ല. ഇനി 1-2 രൂപയല്ല 10 ലക്ഷം രൂപയുണ്ടേ കൊടുക്കണ്ടേ. അപ്പൊ അതിന് ഭാമ പറഞ്ഞു കൊടുത്തിരിക്കുന്ന വഴി വീടിന്റെ പ്രമാണമാണ്. പക്ഷെ അതെങ്ങനെ എടുത്തോണ്ട് പോകും, അത് എടുത്തോണ്ട് പോയി പണയം വെച്ചാലേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സമയം ശ്രുതിയോട് മീര വെച്ചു നീ എന്തറിഞ്ഞിട്ടാ നാളെ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞ്, നിനക്ക് വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കൊടുക്കൂടി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ശ്രുതി നേരെ ചന്ദ്രമതിനെ വിളിക്കുകയാണ്. ചന്ദ്രമതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പണത്തിന്റെ കാര്യമൊക്കെ പറയാം. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു മോളെ ഞാൻ ഉണ്ടാക്കി തരാം, ഇന്ന് വൈകുന്നേരം വല്ല അഡ്വാൻസ് കൊടുക്കണ്ടേ, അതിനു മുമ്പ് ഞാൻ പണം തരാന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ആന്റി, ഞാൻ വേറെ എങ്ങനെ സംഘടിപ്പിച്ചോളാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ബ്യൂട്ടി പാർലർ തുടങ്ങിക്കോളാം, അതുവരെ കല്യാണം ഒന്ന് നീട്ടിക്കൊണ്ട് പോകണമെന്ന് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞാൽ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുമോ? കല്യാണം നീട്ടി വെക്കുന്നതിനെ കുറിച്ച് ചന്ദ്രമതിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. ചന്ദ്രമതി പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പണം കൊണ്ടേ തന്നോളാം, മോള് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു കണ്ടില്ലേ എന്റെ അമ്മായിമ്മയുടെ സ്നേഹം എന്താന്ന്, അവരുടെ വിചാരം ഞാൻ ഏതോ കോടീശ്വരന്റെ പുത്രിയാന്ന് ഓർത്തോണ്ട് അവരിതെല്ലാം ചെയ്തിരുന്നേ. കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം അവരെന്നെ കുറിച്ചുള്ള കഥകളൊക്കെ അറിയാവുള്ളൂ. മുമ്പ് എന്റെ വിവാഹം കഴിഞ്ഞായിരുന്നു, ഇനി ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഇനി പറഞ്ഞാലും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നാ പ്രശ്നം, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയാം. മീര പറഞ്ഞു നീ റിസ്ക് ആയിട്ട് എടുക്കുന്ന ആ ഒരു ചിന്ത എപ്പോഴും വേണമെന്ന് പറയാം. എന്ത് റിസ്ക്, എന്റെ വീട്ടുകാരെന്നെ ചതിച്ചത്ര ഇല്ലല്ലോ ഇത്. പിന്നെ സുധിയുടെ കാര്യം അറിയാലോ, സുധി എന്ന ഒരു പെണ്ണ് സുധിയെ ചതിച്ചിട്ട് പോയതാ. പിന്നെ അവന് 2-3 ഡിഗ്രി ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ എവിടെയായാലും ജോലി തേടിക്കോളും, ഞാനും ബ്യൂട്ടി പാർലർ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കൂടെ മുന്നോട്ട് ജീവിച്ചു പൊക്കോളൂ എന്നൊക്കെ പറയാണ്. ചന്ദ്രമതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയിപ്പേ, എങ്ങനെയായാലും ആധാരം ഒന്ന് എടുത്തോണ്ട് പോയെന്ന് പണയം വെച്ചല്ലേ പറ്റുള്ളൂ. രവീന്ദ്രൻ കണ്ണ് വേട്ടിച്ച് വേണം അത് എടുക്കാനായിട്ട്. അതിനുവേണ്ടി ചന്ദ്രമതി ഇങ്ങനെ തക്കം പാർത്തിരുന്നു. പിന്നീട് രവീന്ദ്രൻ ഹാളിലിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി മുറിയിലേക്ക് ചെല്ലുവാണ്. മുറിയിലേക്ക് എന്നിട്ട് വീടിന്റെ ആധാരമൊക്കെ എടുത്ത് നോക്കുക. എല്ലായിടത്തും ഭദ്രമായിട്ട് വായിനകത്ത് വെച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോ കൃത്യം രവീന്ദ്രൻ അങ്ങോട്ട് കയറി വന്നു. ചന്ദ്രമതി അവിടെ കിടന്നു തപ്പി. പിന്നെ എന്താന്ന് ചോദിക്കും ഒന്നുമില്ലാന്ന് പറയണ. അങ്ങനെ ഇറങ്ങി പോകുമ്പോ രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ എങ്ങോട്ടേ പോണേ ഈ കവറൊക്കെ ആയിട്ട്, പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോണെന്ന് പറയാ. പച്ചക്കറി മേടിക്കാനോ? ആഹാ, അതിന് രേവതി എല്ലാം പച്ചക്കറി എല്ലാം മേടിച്ചിവിടെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേ, പിന്നെ നീ ഇനി എന്താ മേടിക്കാൻ പോകണമെന്ന് ചോദിക്കുകയാണ്. അതെ, അവള് മേടിച്ചു വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാ ഞാൻ മേടിക്കാൻ പോന്നേ, എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെയാ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും മേടിച്ച് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി പോരാത്തൊരു ഒരു കാര്യം കൂടെ പറഞ്ഞു. ശ്രീകാന്ത് വരാൻ പോവല്ലേ, അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. ശരി എന്ന് പറയണം. അങ്ങനെ ചന്ദ്രമതി കൃത്യം ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത്. ശ്രീകാന്തിനെ
കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകാന്ത് ചോദിച്ചു, അല്ല അമ്മ എങ്ങോട്ടേ പോണേന്ന് ചോദിക്കണം. അല്ല മോൻ ഞാൻ കടയിലേക്ക്, അതായത് കാര്യം ചെയ്യാം, ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാനിവിടെ വരാന്ന് പറയണേ. വേണ്ട വേണ്ട, നീ മടുത്തു വന്നല്ലേ, നീ പോയി റെസ്റ്റ് എടുത്തോ, ഇതെനിക്ക് മേടിച്ചോണ്ട് വരുന്ന കാര്യമുള്ളൂ. അമ്മ എന്നിപ്പോ പോണ്ടമ്മേ, എന്താ കുറെ ദിവസം കൂടി നീ വന്നല്ലേടാ മോൻ, ഇച്ചിരി ചിക്കനോ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരാം. അമ്മ നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്, അമ്മ കൂടിപ്പോ ഒരു മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ട് എത്തില്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് സ്ഥലം കാലിയാക്കുവാണ്. ചന്ദ്രമതി ഒരു ടെൻഷനാണ്, കാരണം കയ്യിലിരിക്കുന്ന ഒരു ബോംബാണ്. അത് ആധാരം എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി വെക്കണം. ഇതെങ്ങാനും രവിയേട്ടൻ ആരെങ്കിലും പിടിച്ചാൽ തീർന്നു അതോടുകൂടി കാര്യങ്ങൾ. ചന്ദ്രമതി നേരെ ബാമയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് ബാമേനും കൂട്ടിക്കൊണ്ട് ഫൈനാൻസ് കമ്പനിയിലേക്ക് ചെല്ലുക. അപ്പം ബാമയ്ക്ക് നേരത്തെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു ഫൈനാൻസ് കമ്പനിയായിട്ട്. അവരുടെ മോന് അവിടെ ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പരിചയമുള്ളതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ചോദ്യത്തിനും പറച്ചിലിനൊന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ കൊണ്ട് ആധാരമൊക്കെ പണയം വെക്കാൻ ചെല്ലുവാണ് അങ്ങോട്ട്. ആധാരം പണയം വെക്കാൻ ചെല്ലുമ്പോൾ ഒരു പാവം ഒരു സ്ത്രീ അവിടെ വന്നിട്ട് അവരുടെ കയ്യിലും കാതയിലും കഴുത്തിലുള്ള എല്ലാ സാധനങ്ങളും ഊരി അയാളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. കാരണം പൈസ മേടിച്ചിട്ട് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീടിന്റെ ആധാരത്തിന് വേണ്ടിയിട്ട് വീട് പോകുന്നതായി കഴിഞ്ഞപ്പം ചെയ്യുന്ന പരിപാടിയാ. ഇതൊക്കെ കണ്ടപ്പം ചന്ദ്രമതിക്കും ഭാമയ്ക്കും ഒരു പേടിയുണ്ടായി. നാളെ ഇങ്ങനെ താൻ നിൽക്കേണ്ടി വരുമോ എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ അയാൾ ആധാരമൊക്കെ വാങ്ങി നോക്കി. എന്നിട്ട് 10 ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് സന്തോഷമായി. ഇനിയിപ്പം ധൈര്യത്തോടെ പോകാം. സുധിക്ക് പൈസയല്ലോ. ഇനിയിപ്പോ സുധിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. സുധിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, ആ ഒരു ചിന്തയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയുടെ ഭാമ ചോദിച്ചു, അല്ല ചന്ദ്രേ, അവള് ചതിക്കൊന്നും ഇല്ല അല്ലേ, ഈ പൈസ കൊണ്ട് മുങ്ങത്തൊന്നും ഇല്ല, ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, അതെങ്ങനെയാ, നിനക്കല്ലേ അവളുമായിട്ട് നേരത്തെ മുൻപരിചയമുള്ളേ? എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, അവിടെ എൻ്റെ അടുത്ത് വന്നുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ചന്ദ്രമതി, അവൾ അങ്ങനെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുധി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടക്കണം. ഇനി ഈ വിവാഹം പോയിട്ടുണ്ടെങ്കിൽ സുധിക്ക് ഒരു നല്ല ആലോചന വരുമെന്ന് തോന്നില്ല. പോരാത്തിന് അവളുടെ അച്ഛന് കോടീശ്വരനല്ലേ. ഈ കല്യാണമൊക്കെ കഴിഞ്ഞുമ്പോൾ കണ്ടു, ഞാൻ പതുക്കെ അവളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നടത്തും. അവളുടെ അച്ഛൻ്റെ കോടികളുടെ സ്വത്ത് അതെന്റെ സുധിക്കുള്ള, അത് ഞാൻ ഇങ്ങോട്ട് വലിക്കൂന്ന് പറയാം. ഇത് കേട്ട് ഞാൻ ബാമ പറഞ്ഞു, അതൊക്കെ നടന്നാൽ കൊള്ളാന്നൊക്കെ ബാമയും പറയുന്നുണ്ട്. ബാമയ്ക്ക് നല്ല സന്ദേഹം ഉണ്ടായിരുന്നു ചന്ദ്രമതിയുടെ സുധിയുടെ കാര്യത്തില്. കാരണം മുൻ അനുഭവം അങ്ങനെയൊക്കെയാണല്ലോ സുധിയുടെ കാര്യത്തില്. പിന്നീട് നേരെ സുധിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. സുധിക്ക് ഭയങ്കര സന്തോഷമായി. പൈസ കിട്ടിക്കഴിഞ്ഞപ്പത്തിനും ശ്രുതി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. മീരയ്ക്കാണ് ഒരു അന്താളിപ്പായിരുന്നു. ഇത്ര പെട്ടെന്ന് ഇവളിത് എങ്ങനെയൊക്കെ സാധിച്ചെടുത്തെന്നുള്ള. മോന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ചന്ദ്രമതി വേണേ വീട് പോലും വിൽക്കാനായിട്ട് സന്നദ്ധിയായിട്ടായിരുന്നു ഇരുന്നേ. പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ചന്ദ്രമതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്റെ ആന്റി അല്ല, എന്റെ സ്വന്തം അമ്മയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സോപ്പിട്ടങ്ങ് പതപ്പിച്ച് വെക്കുക. ചന്ദ്രമതി അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് വീണ അതിനകത്ത്. പക്ഷെ ചന്ദ്രമതിക്ക് അറിയത്തില്ല ശ്രുതി ആരാന്നോ, അവളുടെ മുമ്പത്തെ ക്യാരക്ടർ, അതൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കോടീശന്റെ പുത്രിയാന്നോർത്തല്ലേ ഇരിക്കണേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ എങ്ങനെയും പണം തിരിച്ചു പിടിക്കാം. ശ്രുതി ഒരു ബ്യൂട്ടി പാർലർ കിട്ടിയും അത്യാവശ്യം പൈസയൊക്കെ കിട്ടും. പിന്നെ ശ്രുതിക്ക് ഒരു ജോലിയൊക്കെ കിട്ടും. ആ ഒരു ഇതായിരുന്നു. അതിനുശേഷം പറഞ്ഞതേ, ആന്റി വരണം, ആന്റി വന്നിട്ട് വേണം കടയിൽ ഉദ്ഘാടനമൊക്കെ നടത്തണം എന്നൊക്കെ പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി നിലത്തൊന്നും അല്ല നിൽക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ രേവതി സച്ചിയും കൂടെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് കുറെ രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. ബസ്സൊക്കെ കയറി പോകുന്ന സമയത്ത് ആദ്യമായിട്ടാണ് രേവതിയുടെ അടുത്ത് ഇത്ര മുട്ടുരുമി സച്ചി ഇരിക്കുന്നതൊക്കെ. അങ്ങനെ അതിന്റെ വിശേഷങ്ങൾ, നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.